ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഉന്നക്കായാണെന്ന്. അല്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് പോൾ പിയ ടോഡ്. നിങ്ങളെ ആരെയും ഞാൻ ചീത്ത പറഞ്ഞതല്ല. ഇതൊരു തായ് സ്പ്രിംഗ് റോളാണ്. പക്ഷേ ഈ രൂപത്തിലെങ്കിൽ ഇത് എത്തിപ്പെടാൻ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ആരും മടിച്ചു നിൽക്കരുത്. എൻ്റെ അടുക്കള വഴി നമ്മൾ തായ്ലാൻഡ് വരെയാണ് പോകുന്നത്. അപ്പം നമുക്ക് അതും ഇതൊന്നും പറഞ്ഞ് നമുക്ക് സമയം കളയാനേ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചടപടേ നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറുവാണ്. അപ്പം എല്ലാവരും വരുമല്ലേ. ക്യാരറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാബേജ് ഇതുപോലെ തന്നെ എടുക്കാം. രണ്ടും റെഡിയായി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരുമിച്ച് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ കട്ടിംഗ് ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ മതിയായിരുന്നു. പക്ഷെ എനിക്ക് കട്ടിംഗ് ബോർഡ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാറ്റിയത്. ഞാൻ ഒരു ഉള്ളി എടുത്തേക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഈ അരിയുന്നതെന്ന് പറഞ്ഞൊരു കലതനാണ്. പക്ഷെ എനിക്കത് ഭയങ്കര തീരെ വശമില്ലാത്തൊരു സാധനമാണ്. ഞാൻ അരിയുമ്പോൾ എല്ലാം കക്കറപ്പുക്കറായിരിക്കും. ഞങ്ങളുടെ അമ്മച്ചി അരിയുമായിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഓരോ സാധനങ്ങളും അതിൻ്റെ രീതിയിൽ തന്നെ അരിയണമായിരുന്നു. കുഞ്ഞതായിട്ട് അമ്മ ഈ നമ്മുടെ ക്യാബേജ് തോരനൊക്കെ അരിയില്ലേ, അതെന്ന് പറഞ്ഞാൽ കുനുകുനാന്ന് തന്നെ വരണം. അല്ലാതെ വെറുതെ ഒന്നും ഞാനൊക്കെ ഇങ്ങനെ ടപ്പടപ്പട അരിഞ്ഞങ്ങ് ഇടുകയുള്ളൂ. അതുപോലെ കപ്പ അരിയുമ്പോൾ അങ്ങനെ ആയിരുന്നു. ഞാനൊക്കെ കണ്ടുമുട്ടം വെട്ടിയിടുക. പക്ഷെ അമ്മ അങ്ങനെ ചെയ്യില്ല. അതിനങ്ങനെ പറയില്ല, ചീവി ഇടുകയാണ്. അങ്ങനെ തന്നെ ഇടണം. നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഉള്ളി വെച്ച് മുളപ്പിച്ചെടുത്തതാണ് സ്പ്രിംഗ് ഓണിയൻ. ഇത് നമുക്ക് അവസാനം ഇട്ടാൽ മതി. ഇത് അങ്ങോട്ട് മാറിയിരുന്നുണ്ട്. പിന്നെ വേർമിസെല്ലി ഉണ്ട്. വേർമിസെല്ലി ഞാൻ ചെറുതായിട്ടൊന്ന്, ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോള് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിൻ ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോയി എളുപ്പമായില്ലേ. അപ്പോൾ ഇത് അരിമാവാണ്, അരിപ്പൊടി ഒരു 2 കപ്പോളം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തന്നെ ശകലം മതി. പിന്നെ നമ്മൾ ദോശയ്ക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ അതൊരു കൺസിസ്റ്റൻസി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റായിട്ടൊരു അളവ് പറയാൻ ഇപ്പം ഇത്രയും മാവിന് ഇത്രയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാം. ചട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നു. അപ്പം നമുക്ക് ആ ഷീറ്റ് നമ്മൾ ഇതിൽ വെച്ച് ഉണ്ടാക്കില്ലേ, നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ദോശ ഇടുന്ന പോലെ എടുക്കുമ്പോഴത്തേന് കട്ട ഉണ്ടെങ്കിൽ അത് ഒരു ശരിയായിട്ട് വരില്ലല്ലോ. ഈ സൗണ്ട് കേൾക്കുമ്പം പല്ല് പിടിക്കുന്നവരുണ്ടോ? എൻ്റെ മോളും അതുപോലെ മോനും. മോക്ക് ഭയങ്കര ഇതുള്ളൊരു സൗണ്ടാണിത്. ഇങ്ങനെ ഈ സൗണ്ട് ഒരു അനോയിങ് സൗണ്ട് അല്ലേ. ഞാൻ ആ സൗണ്ട് കേൾപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുക കേട്ടോ. അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെജിറ്റബിൾ ഓയിലാണേ. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തില്ലേ, അതൊന്ന് വഴറ്റിയെടുക്കാം. അത് ഞാൻ ഉള്ളി എല്ലാവരും ഒരുമിച്ചിടാൻ കുഴപ്പമില്ല കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും നമ്മുടെ ആദ്യം ഉള്ളി ഇട്ട് നമ്മൾ പിന്നെ ക്യാരറ്റും, അതിൻ്റെ പേര് ഞാൻ മറന്നു, അതാണ് ഇങ്ങനെ തത്തി കളിക്കുന്നത്. ക്യാരറ്റും എന്തായിരുന്നു, ക്യാബേജും അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് പോർക്കിൽ ചെയ്യാം, ചിക്കനിൽ ചെയ്യാം, മീൻസ് ചിക്കനിലൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് അങ്ങനെയുള്ള സാധനങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടുണ്ടാവും. കാരണം നോൺ വെജ് വരുന്നതല്ലേ. നമ്മുടെ വെജിറ്റബിൾസ് അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയത്തിന് നമുക്ക് വേർമിസെല്ലി ഇതിലൊന്നിട്ട് വെള്ളത്തിലിട്ടൊരു 10 മിനിറ്റ് കുതിരാൻ വെക്കണം കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കുതിർത്ത് വെച്ച് വേർമിസെല്ലി ഇല്ല, നമുക്ക് മെല്ലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കണ്ട, അത് മാത്രം എടുത്താൽ മതി. രണ്ടും കൂടെ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിടക്കുന്ന ഇഷ്ടമെങ്കിൽ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നത് മാറ്റാം കേട്ടോ. അത് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമ്മളിതിൽ ഇട്ട് കൊടുക്കാം. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ
നമ്മുടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് വേണോ വേണ്ടയോ ഒക്കെ തീരുമാനിക്കാം. കുക്കിങ്ങിലെല്ലാം നമ്മുടെ ഇഷ്ടങ്ങളും ധാരണകളും ഒക്കെയാണ്. 2 ടേബിൾ സ്പൂൺ സോയ സോസ്. അടിപൊളി. അത് ഒത്തിരി നമ്മളങ്ങ് എന്താ പറയുക വഴറ്റി വേവിച്ചെടുക്കണ്ടല്ലോ. ഇത് തായും അതൊക്കെ റെസിപ്പീസൊക്കെ അധികം അങ്ങ് കുക്ക്ഡ് ആവില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ സ്വന്തം കൃഷിയായ സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ തീയിലധികം കിടന്ന് ഇതാവണ്ട. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ്, പെപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കിയിട്ട് നിങ്ങളുടെ ഇതനുസരിച്ച് ചേർക്കാം. ഓക്കെ. ഇനി ഇതിവിടെ നിന്നൊന്ന് കൂളായിക്കോട്ടെ. ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. നമുക്ക് ദോശയ്ക്കൊക്കെ ചുറ്റിക്കുന്ന പോലെ എടുത്തു കൊടുക്കാം. സൈഡൊക്കെ വിണ്ട് വരില്ലേ, ആ സമയത്ത് നമുക്ക് എടുക്കാം. ശരിക്കും ഞാൻ പെട്ടു. ഒരു ഒരു ടീസ്പൂൺ കോൺ സ്റ്റാർച്ച് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ അത് വിണ്ട് കീറിപ്പോയി സുഹൃത്തുക്കളെ, വിണ്ട് കീറിപ്പോയി. അത് നിങ്ങളെ കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റമില്ലാത്തത് കൊണ്ട് ഞാനത് എടുത്ത് കളഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ വരുമെന്ന്. നമ്മൾ തളരത്തില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കർത്താവേ, നമ്മൾ തളരത്തില്ല. തന്നെ ഈ ഓട്ടയൊക്കെ ചെറുതായിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ റൈസ് ഫ്ലോർ വിണ്ട് കീറി വരുന്നു കുട്ടികളെ, വിണ്ട് കീറി വരുന്നു. നമ്മുടെ അരിപ്പൊടിയുടെ പ്രശ്നമാണോ ഇത്? ആരുണ്ട്, ഇത് വരുന്നില്ല കേട്ടോ. ഇപ്പം എന്താ ചെയ്യാം? ഞാനൊരു കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശക്കൽ ഗോതമ്പ് പൊടി തന്നെ അല്ലേ? ആണ്, നല്ല പോലെ കലക്കാം. ഞാൻ എൻ്റെ നോൺ സ്റ്റിക്ക് ഭയങ്കര സ്റ്റൈലും ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ സാധാ ദോശക്കല്ലെടുത്തു. അതിലിനി എങ്ങനെയാണ് അതെന്നെ ചതിക്കോ ഇല്ലയെന്ന് നോക്കാം. ഇത് മതിയാവും, എടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അല്ലല്ല, സ്പ്രിംഗ് റോളിൻ്റെ റാപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എങ്ങനെ ഞാൻ ചുട്ടിയെടുക്കും എന്നുള്ളതാണ് അടുത്ത ഇത്. നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഫില്ലിങ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എന്തായാലും തളരത്തില്ല രാമകുട്ടി, തളരത്തില്ല. നമുക്ക് മുന്നോട്ട് തന്നെ. കുറച്ച് കോൺഫ്ലോർ ഞാൻ ഇങ്ങനെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവേ, അതിനുള്ളിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഫ്ലോപ്പായി ഗായ്സ്. ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ എപ്പോഴും നല്ലതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് അത് പറ്റാതിരുന്നപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് എന്താ പറയുക അതിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് പിന്നെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നോട്ടില്ലല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടേ അതിൻ്റെ അത് കുറച്ച് എണ്ണ ഇങ്ങനെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെക്കാം. ഇങ്ങനല്ല കേട്ടോ തായ് റോൾ വരുന്നത്, അതിന് ഞാൻ കാണിച്ചു തരാം സൈഡിൽ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഉള്ളിൽ വെച്ച് റോൾ ചെയ്ത് വെക്കാം. ഞാനത് ഇങ്ങനെ അങ്ങോട്ടാക്കി. ഇത് നമുക്ക് കുറച്ച് പാച്ച് വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുടുങ്ങി ഇരിക്കട്ടെ. കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് വെള്ളത്തിൽ ഒച്ചിരി കൈമുക്കാം കേട്ടോ.
എന്നിട്ട് അത് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞോട്ടെ. അകത്തുള്ളതൊക്കെ വെന്തതാണല്ലോ, പുറത്തെ അരി മാത്രം ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ഏകദേശം ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ കുഴലപ്പത്തിൻ്റെ ഒക്കെ നിറമൊക്കെ ആകുമ്പം നമുക്ക് വറുത്ത് കോരാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഫില്ലിങ് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. ഇത് ഇടുന്നുണ്ട് നമ്മുടെ അതിൻ്റെ പ്ലം സോസിൽ കുറച്ച് മുക്കി. ശരിക്കും ആ ഫില്ലിങ്ങിനുണ്ടല്ലോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ റാപ്പ് ചെയ്തേക്കുന്നതിൻ്റെ സ്കിൻ കുറച്ച് കട്ടിയല്ലേ, നമ്മൾ അല്ലാണ്ട് ചെയ്തേക്കല്ലേ. അതിനെനിക്ക് തോന്നുന്നത് നമ്മുടെ എന്ത് പത്തിരി അപ്പം അതിന് പറഞ്ഞ ചട്ടിപ്പത്തിരി എന്ത് പറയുന്നത് ഒന്നുകൂടെ നല്ല വട്ടത്തിലിരിക്കണ നൈസ് പത്തിരി അല്ല, വട്ടത്തിൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒരു പത്തിരി, ആ വട്ടുപത്തിരി പോലെ സാധനമല്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ആകെ മൊത്തം ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്കിൻ റാപ്പർ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പത്തിരി, നൈസ് പത്തിരി ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അതും വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ റാപ്പ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൺ സ്റ്റാർച്ചില്ലേ കുറച്ച് ഭാഗം ഇങ്ങനെ അതിൽ തടവി കൊടുത്തപ്പോൾ അപ്പോൾ ഒട്ടിയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. ഭാഗ്യവശാൽ എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ റാപ്പർ എന്ന് പറയുന്നത് സാധനം. ആ സാധനം അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ് നിറച്ച് ചെയ്യുന്നത് കേട്ടോ. നമുക്കതൊന്നും കൊണ്ട് നിങ്ങൾ തളരാൻ പാടില്ല. കാരണം എന്താ പറയണേ, നമ്മുടെ ലൈഫിൽ തന്നെ പ്ലാൻ എ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ബി പിടിക്കും, പ്ലാൻ ബി പോയി നമ്മൾ പ്ലാൻ സിയിലേക്ക് കിടക്കും, പിന്നെ ഇസഡ് വരെ ഇങ്ങനെ കിടക്കല്ലേ. നമ്മൾ ഓരോന്നോരോന്നോരോന്നോരോ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം, ഒന്നിനും നമ്മൾ തളരാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ് ഇത്. നമ്മുടെ കണ്ടാലൊരു എന്താ പറയുക ഉന്നക്കായ് പോലൊക്കെ ഇരിക്കുമെങ്കിൽ നമ്മുടെ അങ്ങ് തായ്ലാൻഡിലെ സാധനമാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ എന്താ പറയുക ഫീഡ്ബാക്ക് അറിയിക്കുന്നുള്ള വിശ്വാസത്തോടെ ടാറ്റാ.